വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ്. അതെ, ഫൗണ്ടേഷൻ ഓക്സിഡൈസിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അതായത് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഓക്സിഡൈസ് ആയിട്ട് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് ആഷി ഷെയ്ഡായിട്ട് മാറുന്നു. നമ്മുടെ ഫേസിൽ ഒരുമാതിരി നമുക്ക് ചേരാത്ത ഒരു കളർ ഓഫ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത പോലെ ആവുന്നു എന്നൊക്കെയുള്ള പ്രോബ്ലംസ് പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് തടയാനുള്ള എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ എന്തുകൊണ്ടാണ് ഓക്സിഡൈസ് ആവുന്നതെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലുള്ള ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നമ്മുടെ സർഫസിലുള്ള എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസുമായിട്ട് മിക്സ് ആകുമ്പോഴോ ആണ് ഈ ഒരു ഫൗണ്ടേഷന് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ സംഭവിക്കുന്നത്. ഇതുമൂലം തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്ന കറക്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഫൗണ്ടേഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്കളറേഷൻ വന്നിട്ട് നമ്മുടെ ഫേസിന് ആപ്റ്റ് ആവാത്ത പോലൊരു ഫീല് വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ഇങ്ങനെ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് സ്കിൻ കെയർ യൂസ് ചെയ്ത് നല്ല പ്രോപ്പർ ലെയറിങ് ഓഫ് സ്കിൻ കെയർ കൊടുത്തിട്ട് നല്ലപോലെ പ്രെപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ടൈപ്പ് ഓഫ് സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതൊക്കെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈച്ച് സ്റ്റെപ്പിന് ശേഷവും നമ്മൾ കുറച്ച് ടൈം ഗ്യാപ്പ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു സീറം അപ്ലൈ ചെയ്ത് അതൊന്ന് സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവാനായിട്ട് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ച് കപ്പിൾ ഓഫ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഓരോ പ്രോഡക്ട്സും അബ്സോർബ് ആവാനായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് ഓരോ പ്രോഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മേക്കപ്പ് ഓക്സിഡൈസ് ആവാതിരിക്കാനുള്ള രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നൊന്ന് പ്രെപ്പ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ മറക്കാതെ ചെയ്യുക, നല്ല രീതിയിൽ സ്കിൻ പ്രെപ്പ് ചെയ്യുക. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന പലരും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. നമ്മൾ മോയ്സ്ചറൈസർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈമറിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് പ്രൈമർ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിക്കുന്ന രീതിയിലുള്ളൊരു പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ പ്രൈമർ വന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒരു സ്മൂത്ത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സ്മൂത്ത് ബേസ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു ഓക്സിഡൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രൈമർ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ ചൂസ് ചെയ്യുമ്പോൾ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ചൂസ് ചെയ്താൽ അത് ബെസ്റ്റ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ഓയിൽ കൺട്രോളിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുന്ന ടൈമിലായാലും അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കുറവുള്ള ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ഓയിൽനെസ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് നാച്ചുറൽ ഓയിൽസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഈ ഒരു ഓയിൽ കണ്ടൻറ്റ് അധികമുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും ഈ ഓയിൽസുമായിട്ട് പോയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മിക്സ് ആയിട്ട് ഓക്സിഡൈസേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ പ്രൈമർ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷനിലും മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻസ് കിട്ടും, അങ്ങനെയുള്ളത് യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അല്ലെങ്കിൽ നല്ലൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതുമൂലം വീണ്ടും ഓക്സിഡൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഈ ഒരു ഓക്സിഡൈസേഷൻ പ്രോസസ്സും നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓയിലി സ്കിൻ ആയിട്ടുള്ളൊരാളാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എപ്പോഴും ഹാൻഡി ആയിട്ട് ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് കരുതാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഫാൻസി ഷോപ്പിലും അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഉണ്ടാവും. നമ്മുടെ ഫേസിനെ ബ്ലോട്ട് ചെയ്യുന്ന ടൈപ്പ് ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് കിട്ടും. ഫേഷ്യൽ ബ്ലോട്ടിംഗ് പേപ്പേഴ്സിന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കുക. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ബാഗിൽ അത് കരുതിയിരിക്കുക.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡറൊക്കെ അപ്ലൈ ചെയ്താൽ അത് ഒരു പരിധി വരെ മാത്രമേ, വളരെ കുറച്ച് മാത്രമേ അവർക്ക് ഇത് വർക്ക് ആവുള്ളൂ. കാരണം എന്താ, നമുക്കിങ്ങനെ സീബം സെക്രീഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഓക്സിഡൈസേഷൻ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എടുക്കുക. നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ എവിടെയൊക്കെയാണോ എക്സസ് ആയിട്ട് വരുന്നത് ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് പതുക്കെ ബ്ലോട്ട് ചെയ്ത് എടുക്കുക. നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ മെയിനായിട്ട് ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് ടീ സോണിലായിരിക്കും കൂടുതൽ ഓയിൽ ഉണ്ടാവുക, ചീക്സിലൊക്കെ ഉണ്ടാവും. ബട്ട് കൂടുതലും കണ്ടുവരുന്നത് ഈ ഒരു ടീ സോൺ ഏരിയയിലാണ്. എവിടെയാണോ നിങ്ങൾക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു സ്ഥലത്തേക്ക് ഈ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സിഡൈസേഷൻ പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്പഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഒരിക്കലും കൈ യൂസ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഈ ഒരു നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ കൈ കൊണ്ട് നമ്മളൊരു മേക്കപ്പ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും ചിലപ്പോഴൊക്കെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡേർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ കണ്ടൻറ്റുള്ള ഈ ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് ചെയ്യുമ്പോൾ വീണ്ടും അത് ഓക്സിഡൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്ത് തന്നെ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു ബ്രഷ് അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് അല്ലെങ്കിൽ സ്പഞ്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ക്ലീൻ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ മേക്കപ്പ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെ അടിക്കടി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ മുൻപ് അപ്ലൈ ചെയ്ത മേക്കപ്പിൻ്റെ പ്രോഡക്ട്സിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡേർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. സോ അതും നമുക്ക് എന്താ പറയുക ഓക്സിഡൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സിന് കാരണമാകും. സോ എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ഓക്സിഡൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.